Hi all, this is Sanoop here. ഇന്നലെ ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് വേദാന്ത ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യുന്ന ന്യൂസ്. കുറേ പേര് ചോദിക്കേണ്ട ഇത് സ്റ്റോക്കിന് നെഗറ്റീവ് അല്ലേ, വില കുറയില്ല, എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് എന്ന്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കിൽ വേദാന്ത ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് ഈൽഡ് തരുന്ന സ്റ്റോക്കിൽ. കുറേ പേര് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഡീലിസ്റ്റിംഗ് എന്നുള്ള ഒരു വാക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ ഞാൻ കേട്ടിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫാദറിൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ ഒരു ഷെയറിന് മാത്രം വില കാണിക്കുന്നില്ല. അപ്പം തന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് എന്ത് ഞാൻ വില കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചു. പേര്, ആ സ്റ്റോക്കിൻ്റെ പേര് നോക്കിയപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് SR സ്റ്റീൽ. അപ്പോൾ അവർ പറഞ്ഞ വാക്കാണ്, സാറേ ആ സ്റ്റോക്ക് ഡീലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്, അത് കാരണം അതിന് വിലയില്ല, സാർ ഇത് കൊടുത്തിട്ടില്ല, ഇത് ഓൾറെഡി അക്കൗണ്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കേസ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ SR സ്റ്റീലിൻ്റെ സ്റ്റോക്ക് ഫാദർ വാങ്ങിച്ചതിന് ശേഷം ഇത് നോക്കിയിട്ടൊന്നുമില്ല. എന്താണ് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസും കാര്യങ്ങളും ഈ ഡീലിസ്റ്റിങ്ങിൻ്റെ ന്യൂസും ഒന്നും നോക്കിയിട്ടില്ല. അക്കൗണ്ട് തുടങ്ങി ഷെയർ വാങ്ങിച്ചത് അവിടെ വെച്ച് അത്രേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഡീലിസ്റ്റിങ്ങിൻ്റെ ഓഫർ വന്നപ്പോൾ നമ്മളതിന് പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ ആ ഷെയർ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. 2009 അത് എനിക്ക് എൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. പക്ഷെ അതിന് വില കാണിക്കുന്നില്ല. ഇന്ന് ആ കമ്പനി ഇല്ല. SR സ്റ്റീൽ എന്നുള്ള കമ്പനി കടം കൂടി, ഡെറ്റ് കൂടി, അത് ഇതായിപ്പോയി. അപ്പോൾ പക്ഷെ ഒരു നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ SR സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, വാല്യൂ 0 എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഡീലിസ്റ്റിംഗ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 ടൈപ്പ് ഓഫ് ഡീലിസ്റ്റിംഗ് ആണുള്ളത്. ഒന്ന് വേദാന്ത സ്റ്റൈൽ ഡീലിസ്റ്റിംഗ്, 2 കിങ്ഫിഷർ സ്റ്റൈൽ ഡീലിസ്റ്റിംഗ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയണം. വേദാന്ത സ്റ്റൈൽ ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയും. വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡീലിസ്റ്റ് ചെയ്യണമെന്ന് കമ്പനിയുടെ ആൾക്കാർ തന്നെ വിചാരിച്ച് ഈ ഷെയർ ഇനി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യേണ്ട, അത് നമുക്ക് അവിടെ നിന്ന് വലിക്കാം, അത് ഇനി നമ്മൾ ഡീലിസ്റ്റ് ചെയ്യാൻ പോകും. അതാണ് വോളണ്ടറി. നമ്മൾ തന്നെ തീരുമാനിച്ച് ആ കമ്പനിയുടെ ഇത് ഡീലിസ്റ്റ് ചെയ്യാമെന്ന് കമ്പനിയുടെ ആൾക്കാർ തന്നെ തീരുമാനിച്ച് ഡിസൈഡ് ചെയ്യുന്നതിന്. രണ്ടാമത് കിങ്ഫിഷർ സ്റ്റൈൽ ഡീലിസ്റ്റിംഗ്. അതെന്താണെന്ന് ചോദിച്ചാൽ, യൂഷ്വലി സ്റ്റോക്സ് എന്തെങ്കിലും കറക്റ്റായിട്ട് റിസൾട്ട് പ്രഖ്യാപിച്ചില്ല, കുറച്ച് കൃത്രിമവും കാര്യങ്ങളൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ കടം കയറി ഒന്നും ഫയൽ ചെയ്തില്ല, അങ്ങനത്തെ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഫോഴ്സ്ഫുള്ളായിട്ട് ഡീലിസ്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അത് ഇൻവെസ്റ്റേഴ്സിന് ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനത്തെ ഒരു സംഭവം വന്നാൽ കമ്പനി ഓൾറെഡി കടത്തിലും കാര്യങ്ങളൊക്കെ ആണല്ലോ, കമ്പനി തിരിഞ്ഞു നോക്കൂല. ഡീലിസ്റ്റ് ചെയ്യണമെന്നുള്ള ന്യൂസ് ഉണ്ട്, കിട്ടുന്ന വിലയ്ക്ക് ഇൻവെസ്റ്റർ അത് വിൽക്കേണ്ട വരും. യൂഷ്വലി എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ബയേഴ്സ് ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്നും ഈ സ്റ്റോക്ക് LC അടിച്ച് പോകും. അപ്പോൾ അത് കിങ്ഫിഷർ സ്റ്റൈൽ ഡീലിസ്റ്റിംഗ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ വേദാന്തയുടെ സ്റ്റൈൽ വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും പസിൽഡാണ്, അയ്യോ ഡീലിസ്റ്റ് ചെയ്യാൻ പോണേണ്, ഇനി എൻ്റെ സ്റ്റോക്കിന് എന്ത് പറ്റും, വില കുറയോ, ഇത് കയ്യിലാവോ എന്നൊക്കെ. ശരിക്കും ഡീലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങിച്ചാൽ അത് എപ്പോഴും ലിക്വിഡ് ആണെന്നാണ് പറയുക. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു കമ്പനിയിൽ, ഇപ്പോൾ വേദാന്തയുടെ കമ്പനിയിൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം പൈസ വേണമെങ്കിൽ, എനിക്ക് അന്നത്തെ മാർക്കറ്റ് റേറ്റിന് വേണമെങ്കിൽ ഷെയർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ കിട്ടും. പക്ഷേ ഡീലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, എക്സ്ചേഞ്ചിൽ നിന്ന് വേദാന്ത എന്നുള്ള പേര് ഇല്ലാതെയാവും. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ലിക്വിഡിറ്റി ഉണ്ടാവില്ല വെച്ചാൽ, എനിക്ക് ഷെയർ എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് വിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ചേഞ്ച് ത്രൂ വിൽക്കാൻ പറ്റില്ല, ഞാൻ സ്വന്തം ബയറെ കണ്ടുപിടിച്ച് വിൽക്കേണ്ടി വരും. അത് പ്രാക്ടിക്കലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്യാത്ത കുറച്ച് ഷെയർസ് ഉണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയർ ഉണ്ട്, അതേപോലെ തന്നെ കിയാലിൻ്റെ ഷെയർസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വാങ്ങിക്കുന്നെങ്കിലും വിൽക്കണമെങ്കിലും നമ്മൾ ബയറിനെ സെല്ലറിനെയും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പാടുള്ള കാര്യം, ലിക്വിഡിറ്റി നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ബയറെ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കമ്പനി എന്തിനാണ് ഡീലിസ്റ്റ് ചെയ്യണതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വേദാന്തയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, കമ്പനിയുടെ കയ്യിൽ 50% ഷെയർസ് കമ്പനിയുടെ സ്വന്തമാണ്, ബാക്കി 50% ആണ് നാട്ടുകാരുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി ഫുള്ള് നമ്മുടെ തന്നെ, പ്രൊമോട്ടറിൻ്റെ തന്നെ. ആ കമ്പനി വേണമെങ്കിൽ വേറെ ആൾക്ക് നല്ല വിലയ്ക്ക് വിൽക്കാം. ഓക്കെ, കുറച്ച് റീസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ, ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ കൂടുതൽ പവർ കിട്ടും. അങ്ങനെ അവരുടെ കുറച്ച് ആവശ്യങ്ങൾ, അതെന്താണെന്ന് അവർ എക്സ്പോസ് ചെയ്യൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിലാണ് ഡീലിസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത്, ഡീലിസ്റ്റിംഗിലെ ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്ന 87 രൂപയാണ്,
അപ്പോൾ അത് ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ നമ്മുടെ സുഹൃത്തായ സജിൻ സാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നേരത്തെ ഈ ഷെയർ 200 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചവരൊക്കെ അപ്പം മണ്ടന്മാരായില്ലേ, ഈ വിലയ്ക്കൊക്കെ എടുത്താൽ എന്താ ചെയ്യും? ഇപ്പം വാങ്ങിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല, നേരത്തെ വാങ്ങിച്ചവരൊക്കെ മണ്ടന്മാരായില്ലേ, സെബി ഇതൊക്കെ നോക്കിയിരിക്കണല്ലേ എന്നൊക്കെ ചോദിച്ചു. സംഭവം ലിറ്ററലി പറയണമെങ്കിൽ ശരിയാണ്, നേരത്തെ വാങ്ങിച്ചവരുടെ കയ്യിലായിപ്പോകും. പക്ഷേ ഡീലിസ്റ്റിംഗ് എന്നുള്ളൊരു ന്യൂസ്, പ്രത്യേകിച്ച് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്നുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിന് അത് പോസിറ്റീവാണ്. ഇപ്പം ഇന്നലത്തെ ക്ലോസിംഗ് തന്നെ എടുക്കണമെങ്കിൽ വേദാന്ത 9 rupees കയറിയിട്ടുണ്ട്. ഈ ന്യൂസ് വന്നത് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഷെയർസ് ഇത്രയും കൂടിയിട്ടുണ്ടെങ്കിലും സം പീപ്പിൾ നോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഇനി ഇന്ന് ചിലപ്പോൾ ലിസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 100 വേദാന്ത പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഈ ഡീലിസ്റ്റിങ്ങിൽ ഫ്ലോർ പ്രൈസ് 87 രൂപ എന്നുള്ള ഫ്ലോർ പ്രൈസ് അത് വെറുതെ കമ്പനിക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സെബി നോംസ് ഉണ്ട്. എത്ര രൂപ കൂട്ടണം എന്നുള്ളതിനൊരു ക്യാപ്പില്ല, പക്ഷേ നമുക്കൊരു ലിമിറ്റിൽ കൂടുതൽ കുറക്കാൻ പറ്റില്ല. അത് യൂഷ്വലി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ ആവറേജ് ക്ലോസിങ് ആൻഡ് ലോ പ്രൈസ് കഴിഞ്ഞ 26 ആഴ്ചത്തെ ആവറേജ് ക്ലോസിങ് ആൻഡ് ലോ പ്രൈസിൻ്റെ ആവറേജ് ആണ് ഫ്ലോർ പ്രൈസ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ക്ലോസിങ്, അങ്ങനത്തെ ഒരു റേറ്റ് ഉണ്ട്, ആണ് നമ്മൾ ഫ്ലോർ പ്രൈസ് എടുക്കുക. ഏതാണ് ഹയർ അതാണ് കൊടുക്കുക. അപ്പോൾ യൂഷ്വലി ഈ ഡീലിസ്റ്റിംഗ് എന്നുള്ളൊരു ന്യൂസ് പ്രൊമോട്ടേഴ്സ് പറയുമ്പോൾ തന്നെ സ്റ്റോക്കിനുള്ള ഡിമാൻഡ് കൂടും. അതായത് ഈ ചെറിയ പ്രൈസിന് ഡീലിസ്റ്റിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ കൂടി ഇത് വാങ്ങിച്ച് എൻ്റെ വില കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർ പറയുന്ന വിലയ്ക്ക് ഇവർക്ക് ഡീലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം മാർക്കറ്റ് പ്രൈസ് കൂടുതലും ഇവർ ഇപ്പം വേദാന്ത കൂടി 100-120 രൂപയായി, അതായി കഴിഞ്ഞ് 87 രൂപയ്ക്ക് ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അത് പാസ്സാവില്ല. ഓക്കെ, പാസ്സായില്ലെങ്കിൽ ഡീലിസ്റ്റിംഗ് ഫ്ലോപ്പായി പോകും. ഡീലിസ്റ്റിംഗ് എപ്പോഴും അവർ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. കമ്പനിക്ക് ഇപ്പം 50% ഉണ്ട്, 90% ഷെയർസ് എങ്കിലും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് 50 ഇപ്പം ഉണ്ട്, ഇനി ബാക്കി 40%, ടോട്ടൽ 90% ഷെയർ എങ്കിലും നാട്ടുകാർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രം ആണ് കമ്പനിക്ക് ഡീലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് കൂടിയ വിലയിൽ നിന്നൊക്കെ താഴെ പോകും. അപ്പോൾ കുറച്ച് ക്യാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂഷ്വലി ഡീലിസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന് പോസിറ്റീവാണ് എന്ന് വിചാരിച്ച് അതെപ്പോഴും കയ്യിൽ വെക്കണം എന്നില്ല. കാരണം ഡീലിസ്റ്റിംഗ് എന്നുള്ളൊരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അവർ ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോർ പ്രൈസിന് അത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കയറി പോകുമ്പോൾ മാർക്കറ്റിൽ തന്നെ സെല് ചെയ്യാമെന്നാണ് ഏറ്റവും ബെസ്റ്റ് ടേക്ക്. കാരണം ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു വിലയില്ല. വെറുതെ ഒരു ഭംഗിക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എനിക്ക് SRSTയിലെ ഷെയർ 150 ഷെയർ ഉണ്ട്, അത് കിടക്കുന്ന പോലെ ഭംഗിക്ക് അത് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ആരും അത് വാങ്ങിക്കില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് പ്രൈസ് കയറുമ്പോൾ അതങ്ങോട്ട് സെല് ചെയ്ത് ഒഴിവാക്കിയേക്കാം. ഓക്കെ, കാരണം ഈ ഡീലിസ്റ്റിംഗ് എന്നുള്ള സംഭവം നടക്കണം എന്നില്ല. ഇനി നടന്നു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ആലോചിക്കാം. അപ്പം നമ്മളെപ്പോഴും സേഫ് സോണിൽ നിൽക്കുക. നടന്നില്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവ് ആകും, സ്റ്റോക്ക് പ്രൈസ് ശരിക്കും അടിഞ്ഞു പോകും. അപ്പം നല്ലൊരു ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് അങ്ങോട്ട് കയറുമ്പോൾ സെല് ചെയ്യുക. പിന്നെ സജിൻ സാർ പറഞ്ഞ പോലെ ഇത് കൂടുതൽ വിലയ്ക്ക് വാങ്ങിച്ചവർക്ക് നഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ്, പക്ഷെ അതിലൊന്നും ചെയ്യാൻ പറ്റൂല. ഈ ഡീലിസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് അത്ര എളുപ്പമല്ല. കാരണം കമ്പനി ഇപ്പോൾ 87 പ്രൈസ് റേഞ്ച് ഫ്ലോർ പ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റോക്ക് പ്രൈസ് കൂടുമ്പോൾ ചിലപ്പോൾ ആ പ്രൈസ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. കമ്പനിക്ക് അത് വളരെ പാടുള്ള കാര്യമാണ്. കാരണം ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ആ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ആ കമ്പനിക്ക് ഉണ്ടാവില്ല. സോ ഡീലിസ്റ്റിംഗ് എന്തായാലും നടക്കും എന്നുള്ള ഒരു കേസും ഇല്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഇത് വോളണ്ടറി ഡീലിസ്റ്റിംഗ് ആണ്, കമ്പനിക്ക് പോസിറ്റീവാണ്. ഈ ന്യൂസ് കേട്ടുകൊണ്ട് ഈ സ്റ്റോക്ക് ഇപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ വാങ്ങിക്കാൻ കുറേ പേര് നോക്കും. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കാരണം ഈ ന്യൂസിൽ സ്റ്റോക്ക് കയറും. ഓക്കെ, അപ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ ഡീല് നടന്നില്ല എന്നിരിക്കെ സ്റ്റോക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് ക്രാഷ് ആവും. സോ അതൊരു കോഷ്യസ് ആയിട്ട് നിൽക്കുക. എപ്പോഴും നമ്മൾ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും ന്യൂസ് ബേസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് വാങ്ങിക്കാന്നുള്ളതിൻ്റെ ആ പ്രവണത മാക്സിമം അത് ഡിസ്കറേജ് ചെയ്യണേണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. താങ്ക് യു.